ഒരു സംഖ്യയിൽ നിന്ന് അതിൻ്റെ 18% കുറച്ചപ്പോൾ 410 കിട്ടി. സംഖ്യ ഏത്? ഈ കണക്ക് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. മെത്തേഡ് 1, സംഖ്യ നമുക്കറിയില്ല, സംഖ്യ എക്സ് എന്ന് കരുതുക. സംഖ്യയിൽ നിന്ന്, അതായത് എക്സിൽ നിന്ന് അതിൻ്റെ എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ 18%, എക്സിൻ്റെ 18%, എക്സ് ഇൻറ്റു 18/100, സംഖ്യയിൽ നിന്ന് അതിൻ്റെ 18% കുറച്ചപ്പോൾ, കുറയ്ക്കണം എന്നിടുക, സമം 410 കിട്ടി, സമം 410. എക്സ് മൈനസ് ഇത് 2 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ 9 2 18 52 100 വരും. 9 ഇൻറ്റു എക്സ് 9x/50 സമം 410. നമുക്കിതെങ്ങനെ കുറയ്ക്കുക? എക്സ് കൊണ്ട് 50നെ ഗുണിക്കുക, എന്ത് വരും? 50x. ഇടയിലത്തെ ചിഹ്നം കുറയ്ക്കണം. ഈ 9x അംശം അതുപോലെ ഇടുക. 9x പൊതുവായ ഛേദമായിട്ട് 50 ഇടുക, സമം 410. 50x നിന്ന് 9x കുറച്ച 41x സമം ഈ ബൈ 50 അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു 50 എന്നാവും. 410 ഇൻറ്റു 50. ഇതിന്ന് എക്സ് കാണാൻ 41 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ എക്സ് കാണുമ്പോൾ ബൈ 41 ഇൻറ്റു 41 അങ്ങോട്ട് പോകുമ്പോൾ ബൈ 41. അപ്പോൾ ഇവിടെ എന്താണുള്ളത്? 410 ഇൻറ്റു 50 ബൈ 41 സമം നമുക്ക് ഇത് വെട്ടിച്ചെടുക്കുമ്പോൾ 10 എന്ന് വരും. 10 ഇൻറ്റു 50 500 എക്സ്, അതായത് സംഖ്യാസമം 500. ഇതാണ് ഒരു രീതി. ഇനി മെത്തേഡ് 2 നോക്കാം. ഒരു സംഖ്യയിൽ നിന്ന് അതിൻ്റെ 18% കുറയ്ക്കുക. അപ്പോൾ സംഖ്യ എക്സ് ആണെങ്കിൽ 18% കുറയ്ക്കുമ്പോൾ എന്ത് വരും? 100 നിന്ന് 18 കുറച്ചാൽ 82 വരും. അതായത് സംഖ്യയുടെ 82%. സംഖ്യയിൽ നിന്ന് അതിൻ്റെ 18% കുറയ്ക്കുമ്പോൾ 100 നിന്ന് 18 കുറച്ചാൽ 82% വരും. അപ്പോൾ സംഖ്യയുടെ 82% കണ്ടാൽ മതി. സംഖ്യ എക്സ് ആണെങ്കിൽ എക്സ് ഇൻറ്റു 82/100. അത് എത്രയാണ്? നമുക്ക് എത്രയാണ്? സമം 410. ഇതെന്ന് എങ്ങനെ എക്സ് കാണുക? ഈ 410 വലതുവശത്തുള്ള 410 എഴുതി ഇൻറ്റു 82/100 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതുക, ഒരു ക്രമം 100/82. 82ഉം 410 കൂടി നമുക്ക് 5 പ്രാവശ്യം വെട്ടിച്ചെടുക്കാം. അതായത് 82നെ 5 കൊണ്ട് വെട്ടിച്ചെടുക്കാൻ ഗുണിച്ചാൽ 410 കിട്ടും. 5 ഇൻറ്റു 100 500 എക്സ്, അതായത് സംഖ്യാസമം 500.